ചില തിന്മകൾ ചെയ്താൽ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില പാപങ്ങൾ ചെയ്താൽ, ഇങ്ങോട്ട് നോക്ക്, ചില പാപങ്ങൾ ചെയ്താൽ അവരുടെ ശിക്ഷ മരണത്തിന് ശേഷം മാത്രമല്ല. നമ്മൾ ചിന്തിക്കും, പടച്ചവനെ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ ഇതൊക്കെ പടച്ചവന് മരണത്തിന് ശേഷമല്ലേ? നമ്മൾ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ ശിക്ഷ മരണത്തിന് ശേഷമല്ല, ഒക്കെ മരിച്ചതിന് ശേഷമല്ലേടാ, മരണത്തിന് ശേഷമല്ല. അപ്പൊ നമ്മൾ നേരിട്ടോളൂ. അങ്ങനല്ല, ചില തെറ്റുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് അഹങ്കാരത്തോടുകൂടി നടന്നുപോയവനാ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്. കാറൂൻ, മൂസാ നബി കാറൂന്റെ അടുത്ത് പറഞ്ഞടാ, അഹങ്കരിക്കല്ല്, ഇത് അല്ല തന്നതാ, ഓടാ മൂസ, ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ, ഞാൻ കഷ്ടപ്പെട്ടതാ, എന്റെ സമ്പാദ്യമാ, ഞാൻ കൊടുക്കൂല. ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ആ തെറ്റുകൾ ഏതാണെന്ന് പഠിക്കണം. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പാപങ്ങൾ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന ചില പാപങ്ങളുണ്ട്. അതേതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ചരിത്രം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നൊരു വലിയ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ നബി സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, അന്നബി അദാ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതാഖിയൈനി ഫകാന അഹദുഹുമാ യുൻദിബു വൽ ആഖിറു മുജ്തഹിദുൻ ഫീ ഇബാദതി فقال لا يزال المجتهد يرى الآخرة. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനും മറ്റേ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുമാണ്. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ, ഒരാൾ അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവൻ. ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യരുടെ ചരിത്രമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, ഒരു ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് കണ്ടപ്പോൾ മറ്റാളോട് പറഞ്ഞു, നീ ഇത് അവസാനിപ്പിക്കണം, ഈ പാപം നീ ചെയ്യാൻ പാടില്ല, ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കാൻ പാടില്ല. പടച്ചവരെ, തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അവിടെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എത്ര പറഞ്ഞാലും അവിടെ നിന്ന് നന്നാകാറില്ല. പടച്ചവൻ അവസാനം അല്ലാഹുവേ, കാണുമ്പോഴൊക്കെ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ഉപദേശിക്കുകയാണ്, നന്നാകുന്നില്ല. അവസാനം ഒരിക്കലിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, നീ അല്ലാഹുവിനെ മറക്കല്ലേ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടല്ലോ, അല്ലാഹുവിനോട് സർവ്വദിനം കണക്ക് പറയണമല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ആ മനുഷ്യൻ പറയുന്ന, എടാ, നിന്നെ അല്ലാഹു എന്നെ നന്നാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതുപോലെയാണല്ലോ. എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ, എപ്പോ നോക്കിയാലും
പറഞ്ഞാലും ഉപദേശമാണല്ലോ, നിനക്ക് വേറെ ഒരു പണിയുമില്ല, എപ്പോ നോക്കിയാലും എന്നെ ഉപദേശിക്കാൻ നടക്കുകയാണല്ലോ, അവിടുന്ന് കളിയാക്കുകയാ, അവിടുന്ന് നാണം കെടുത്തുകയാ. പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്ന മനുഷ്യന് വല്ലാത്ത വേദനയുണ്ടായി. ആ മനുഷ്യൻ അവിടുന്ന് ആ വിഷമത്തില് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, അവിടുന്ന് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞതാണ്, ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളാണ്. ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ, മക്കളെ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞു മക്കളെ ശപിക്കുന്ന മാതാപിതാക്കള്, മക്കളെ തള്ളിപ്പറയുന്ന മാതാപിതാക്കള്. ഈ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യന് ആ വൃത്തികെട്ടവനോട് പറയുകയാണ്, തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, ഉപദേശിച്ചിട്ട് നന്നാകാതെ വന്നപ്പോ, ഉപദേശിച്ചപ്പോ കളിയാക്കിയതിന്റെ ദേശത്തിൽ അവിടെന്ന് പറഞ്ഞു, നീ ഒരിക്കലും നന്നാകൂല, അല്ലാഹു നിനക്ക് പുറത്തു തരൂല, അല്ലാഹു നിനക്ക് സ്വർഗം തരൂല. പടച്ചവനെ അവിടെന്ന് പറയുകയാണ്, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഇവര് രണ്ടുപേരും കടന്നു വരികയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. രണ്ട് കൂട്ടുകാരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ, ആ വൃത്തികെട്ടവനായ മനുഷ്യനുണ്ടല്ലോ, ആ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവനോട് അല്ലാഹു പറയുകയാ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. മോശമായ ജീവിതം നയിച്ചവനോട് പറയുന്നു, നീ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പൊക്കോ. എങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനോട് അല്ലാഹു ചോദിക്കുകയാ, ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിനക്കാരാടാ അധികാരം തന്നത്? ഞാൻ പൊറുക്കത്തില്ലെന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയ് എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, തൻ്റെ കൂട്ടുകാരൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നു, എപ്പോഴും ഉപദേശിക്കും, എടാ ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊന്ന് നിർത്തടാ, നന്നാകടാ, നിസ്കരിക്കടാ, നന്മ ചെയ്യടാ. അപ്പൊ ചോദിക്കുക, എടാ സിറാജ്, നീ എന്തിനാടാ എന്നെ നന്നാക്കാൻ നടക്കണേ? നിന്നെ അല്ല പടച്ചിരിക്കണത് തന്നെ എന്നെ നന്നാക്കാൻ വേണ്ടിയാ? നിനക്ക് വേറെ ഒരു ജോലിയില്ലേ? കളിയാക്ക. അപ്പൊ പിന്നെ ഇവൻ പാപം ചെയ്യുന്നത് കാണുമ്പോ ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവൻ കളിയാക്കുന്ന. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും നിനക്ക് അല്ല പുറത്തു തരൂല, നിനക്ക് സ്വർഗവും തരൂല. പറയാൻ പാടുണ്ടോ? ഇയാളെന്താ പറഞ്ഞ? അല്ല നിനക്ക് പുറത്തു തരൂല, അല്ല നിനക്ക് നരകവേ തരത്തുള്ളടാ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞുപോയി. അള്ളാടെ മുന്നിൽ ചെന്നപ്പോ അല്ല കള്ളുകൂടിയോട് പറഞ്ഞു, നീ കയറിപ്പോ സ്വർഗത്തിൽ, നീ പോടാ നരകത്തി. എന്തേ അല്ല? എടാ, ഞാൻ പൊറുക്കൂല എന്ന് പറയാൻ നിനക്ക് ആരധികാരം തന്നു? നിനക്കാരാധികാരം തന്നത്? പച്ച കാഫർ എന്ന് വിളിക്കുമല്ലോ മുസ്ലിമീങ്ങളെ, വിളിക്കാൻ പാടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, വിളിക്കാൻ പാടുണ്ടോ? ആർക്കാ? ഒരാളെയും കാഫർ വിളി, അവരൊറ്റ വിളിയ. അങ്ങനെ ഇതാ കാഫർ, ഇങ്ങനെ ഇതാ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മൃഗത്തിന്റെ പേര് വിളിക്കാൻ പാടില്ല മനുഷ്യൻ. ഏത് മൃഗത്തിന്റെയാ? തഴവാസ്ഥാന്റെ ബൈത്തി കിടപ്പുണ്ട്. എങ്ങനെ? ഒരു മൃഗത്തിന്റെ പേര് വിളിക്കത്തില്ല നമ്മള്. സ്വന്തം മക്കളെ തന്നെ വിളിക്കും പന്നീന്ന്. സ്വന്തം മക്കളെ തന്നെ വിളിക്കാറില്ലേ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞങ്ങള് വേറെ അവസ്ഥ വിളിക്കണേ, അതല്ല. നമ്മള് പന്നീന്ന് വിളിക്കാറില്ല, വേറെ വാക്കാ വിളിക്ക. അല്ലാഹു അഅലം.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രം പഠിപ്പിച്ചു തന്നിട്ട്, ഈ ചരിത്രം പറഞ്ഞു തന്നിട്ട് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയരുതെന്ന് നബിയനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യരുത്. ചില കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ അള്ളാഹുവിനറിയുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയരുത്. അഭിപ്രായം പറയുന്നത് മഹാപാപം. അത് വലിയ പാപമാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ സൽക്കർമ്മങ്ങളെയും തകർത്ത് കളയത്. ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് കാഫിർ എന്ന് പറയാനുണ്ടല്ലോ. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിലൂടെ നിന്റെ സർവ സൽക്കർമ്മങ്ങളും തകർന്നു പോകും. നിന്റെ സർവ നന്മകളും തകർന്നു പോകും. അത് മാത്രമല്ല, നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മാ യതബയ്യനു ഫീഹാ യസില്ലു ഫീഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, മുന്നാലോചനയില്ലാതെ ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞാൽ ചക്രവാളത്തെക്കാൾ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവന് പതിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു ബോധവും ഇല്ലാതെ വിളിച്ചു പറയത്തില്ലേ ചിലത്. ചില ബോധമില്ലാതെ, ആലോചനയില്ലാതെ, ചിന്തിക്കാതെ നീ പറയുന്ന ഒരു വർത്തമാനം കാരണം ചക്രവാളങ്ങളെക്കാൾ, അല്ലാഹുവേ, മുശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇതിനേക്കാളും വലിയ നരകക്കുണ്ടിലേക്ക് നിന്നെ അല്ലാഹ് താഴ്ത്തിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, അതിൻ്റെ പര്യവസാനം എപ്പോഴും പേടിക്കണം. പഠിക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. ഈ മോശമായ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, മോശമായ വളരെ നീചമായ സ്വഭാവമുള്ളവൻ സൂക്ഷിക്കണം നിന്റെ അവസാനം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയും വ്യഭിചാരവും പലിശ തീറ്റിയും കൊന്നാലും പള്ളി കയറൂല എന്ന് പറഞ്ഞ് നടക്കണ ചിലതൊക്കെ ഇല്ലേ? അവസാനം എങ്ങനെ ചത്തേ? ഇങ്ങനൊക്കെ നടക്കുന്നവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ ഇങ്ങനെ നടക്കുന്നവന്റെ അവസാനം സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട്. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കാത്ത ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദെ, അവന്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു, ഞാൻ സാക്ഷിയാ. ഞാൻ ചരിത്രം പറഞ്ഞ നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് മരിച്ചവന്റെ ഇറച്ചി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കട്ടെ. അവരെ വെറുതെ വിട്ടേക്കാം. മരിച്ചവരെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. മരിച്ചവരെ കുറിച്ച് എന്തേ പറയാൻ പാടുള്ളൂ? നല്ലതേ പറയും. എത്ര കൊള്ളാത്തവനാണെങ്കിലും മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാവൂ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട്, ചീത്തയായ പ്രവർത്തനങ്ങൾ നടത്തുന്നവന്റെ അവസാനം മോശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. മോശമെന്നല്ല പറഞ്ഞത്, ഭയപ്പെടണം, നീ പേടിക്കണം. ഈ സ്ഥിരമായി കള്ളു കുടിച്ചടക്കുന്നവൻ, സ്ഥിരമായി വ്യഭിചരിക്കുന്നവൻ, പലിശയുമായി ബന്ധപ്പെടുന്നവൻ, നിസ്കരിക്കാത്തവൻ, ഇവനൊക്കെ പേടിക്കണം, ഇവന്റെ അവസാനം എങ്ങനാകുമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. മൂന്ന്, ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും. അള്ളാനെ മറന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവന് അല്ലാഹു സ്വർഗം കൊടുത്തോ? എന്ത് നന്മ ചെയ്തിട്ടാ അവിടുത്തെ? അതാ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവന് മാപ്പ് ലഭിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി